ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കലാപഠന സഹായവുമായി ബന്ധപ്പെട്ട അടുത്ത ടെക്സ്റ്റ് ബുക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇനി ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ഉണ്ടാവും. അതോട് കൂടിയിട്ട് നമ്മളുടെ എൻറ്റയർ ആയിട്ടുള്ള 5 മുതൽ 10 വരെയുള്ള കലയുമായി ബന്ധപ്പെട്ട ഫുൾ സീരീസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ നോട്ടൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചിത്രകലയെ കുറിച്ചിട്ടാണ്. ചിത്രകലയിൽ ആദ്യം നമ്മൾ ഷാർദിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജീൻ ബാപ്റ്റിസ്റ്റ് സൈമൺ ഷാർദിൽ എന്നാണ് മുഴുവൻ പേര് വരുന്നത്. ജനിച്ചത് പാരീസിലാണ്. ഭയങ്കരമായിട്ടുള്ള വളരെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജീവിച്ച വ്യക്തിയാണ്. നിശ്ചല ദൃശ്യ സ്റ്റിൽ ലൈഫ് ഏതാണ്? നിശ്ചല ദൃശ്യ ചിത്രീകരണത്തിൽ വിദഗ്ധനായിരുന്ന വ്യക്തിയാണ് ഷാർദിൻ. അപ്പോൾ നിശ്ചല ദൃശ്യ ചിത്രീകരണത്തിൽ വിദഗ്ധനായിരുന്ന വ്യക്തി ആര് എന്ന് ചോദിക്കാം. ആരാണ്? ഷാർദിനാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ശ്രദ്ധാപൂർവം വിന്യസിക്കപ്പെട്ട ഒട്ടേറെ കോമ്പിനേഷൻസ് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ്. നിരവധി ഭൂഭാഗ കാഴ്ചകളും ഛായാചിത്രങ്ങളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ്. എഡ്വേർഡ് മാനെ, പോൾ സെസാൻ, ഹെൻറി മത്തീസ് തുടങ്ങിയ പല ഇംപ്രഷനിസ്റ്റ് ചിത്രകാരന്മാരുടെയും പ്രേരക ശക്തിയായിരുന്നു ഷാർദിൻ. അപ്പോൾ ഷാർദിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നിശ്ചല ദൃശ്യ ചിത്രീകരണത്തിൽ വിദഗ്ധനാണ്. നിത്യോപയോഗ സാധനങ്ങൾ ശ്രദ്ധാപൂർവം വിന്യസിക്കപ്പെട്ട ഒട്ടേറെ കോമ്പോസിഷനുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് എമിൽ കാൾസൺ, കേട്ടിട്ടുണ്ടായിരിക്കും. ഡെൻമാർക്കിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കുടിയേറിയ ഒരു അമേരിക്കൻ ഇംപ്രഷനിസ്റ്റ് ചിത്രകാരനായിരുന്നു എമിൽ കാൾസൺ എന്ന് പറയപ്പെടുന്ന വ്യക്തി. ഓക്കെ, അപ്പം ഇദ്ദേഹത്തെ നിശ്ചല ദൃശ്യ ചിത്രകാരനായിട്ടാണ് കൂടുതലായിട്ടും അറിയപ്പെട്ടിരുന്നത്. നിശ്ചല ദൃശ്യ ചിത്രകാരൻ. അപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ സവിശേഷമായ വിന്യാസക്രമം ഇദ്ദേഹത്തിൻ്റെ കോമ്പോസിഷണൽ പ്രത്യേകതകളാണ്. ഒപ്പം തന്നെ ഒരുപാട് ഭൂഭാഗ ദൃശ്യങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ സമുദ്രത്തിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ ഇദ്ദേഹം വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കാമിലോ പിക്കാസോ. പിക്കാസോ അല്ല, പിസാറോ. പിക്കാസോയെ കുറിച്ച് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇംപ്രഷനിസ്റ്റ്, പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് കാലത്തെ പ്രസിദ്ധ ചിത്രകാരൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഒപ്പം തന്നെ ഇംപ്രഷനിസ്റ്റ് ഗ്രൂപ്പിന്റെ കേന്ദ്ര സ്ഥാനീയൻ ആയിട്ടാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അന്ന് നിലനിന്നിരുന്ന ഗാലറി സംസ്കാരത്തിൽ നിന്നും തികച്ച വിഭിന്നമായിരുന്ന ഇംപ്രഷനിസ്റ്റ് ചിത്ര രചനാ രീതിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. തീരെ സ്വീകാര്യതയല്ലായിരുന്ന അത്തരം ചിത്രങ്ങൾ പിസാറോ, ജോർജ് സൂറ, പോൾ സെസാൻ, വിൻസെന്റ് വാൻ ഗോഗ്, പോൾ ഗോഗിൻ തുടങ്ങിയ ഇംപ്രഷനിസ്റ്റ് ചിത്രകാരന്മാരുടെ ജീവിതം ദുസ്സഹ്യമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇദ്ദേഹം 1903 73-ാമത്തെ വയസ്സിൽ അന്തരിക്കുകയും ചെയ്തു. അടുത്തത് ഛായ വന്നാൽ ഛായാചിത്രം, മൊണാലിസയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വളരെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഇമേജ് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അല്ലെ? ആരാ ഇത് വരച്ചിട്ടുണ്ടായിരുന്നേ? ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായിരുന്ന ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രശസ്ത ചിത്രമാണ് ഈ മൊണാലിസ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശസ്ത പെയിന്റിങ്ങിൽ ഫ്ലോറൻസിലെ സിൽക്ക് വ്യാപാരിയായ ഫ്രാൻസിസ്കോ ഡെൻ ജിയോകോണ്ടയുടെ ഭാര്യയായ ലിസ ഡെൽ ജിയോകോണ്ടയുടെ അർദ്ധഛായാചിത്രമാണ്. യഥാർത്ഥ ഇറ്റാലിയൻ പേര് ലാ ഗിയോകോണ്ട എന്നാണ്. അപ്പം ഡാവിഞ്ചി വരച്ച ഈ ചിത്രം സിൽക്ക് വ്യാപാരിയുടെ കുടുംബം കൈപ്പറ്റുകയുണ്ടായില്ല. ഇപ്പോൾ ഈ ചിത്രം ഫ്രാൻസിലെ ലൂർ മ്യൂസിയത്തിൽ ബുള്ളറ്റ് പ്രൂഫ് രക്ഷാ കവചത്തിനുള്ളിലൂടെ ആയിരക്കണക്കിന് ആരാധകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൊണാലിസ ആരുടേതാണ്? ഡാവിഞ്ചിയുടേതാണ്. ഇനി യാൻ വെർമീറിനെ കുറിച്ച് നമ്മൾ പറയാണ്. നെതർലൻഡുകാരനാണ്. ഡച്ച് ചിത്രകാരൻ ആയ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരുപാട് ചിത്രങ്ങളൊന്നും വരച്ചിട്ടില്ല. ഇവയെല്ലാം തികച്ചും മൗലികവും പൂർണ്ണവുമായിരുന്നു. നിത്യജീവിതത്തിലെ സന്ദർഭങ്ങളെ നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും നാടകീയമായ വിന്യാസത്തിലൂടെ ഇദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. മെയ്ഡ് വിത്ത് എ മിൽക്ക് ജഗ്, വ്യൂ ഓഫ് ഡെൽഫ് എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത രചനകളാണ്. ഇനി ഫ്രാൻസ് ഹാൾസിനെ കുറിച്ച് നമുക്ക് പറയാം. ഛായാചിത്ര രചനയുടെ ചക്രവർത്തിയായ ഫ്രാൻസ് ഹാൾസ്
സ്പാനിഷ് നെതർലാൻഡ്സിലെ ആൻവോപ്പ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഒരുപാട് നിറച്ചാർത്തുകളും ഭാവങ്ങളും നിറഞ്ഞ ഒട്ടേറെ ഛായാചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. ആഹ്ലാദവും ആനന്ദപൂർണവുമായിരുന്ന ഹാൾ ചിത്രങ്ങളുടെ സവിശേഷം ദ ബോയ്സ് വിത്ത് എ ഫ്ലൂട്ട്, യങ് മെൻ വിത്ത് സ്കൾ എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രശസ്ത രചനകളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രശസ്ത രചനകൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് ചൈനക്കാരനായ യുമിൻജുവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇദ്ദേഹം സമകാലിക ചിത്രങ്ങളിലെ പ്രശസ്ത ചിത്രകാരനായിരുന്നു. പെയിന്റിംഗ്, ഇൻസ്റ്റലേഷൻ, ശില്പകല എന്നിവയിലും തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. സാമൂഹിക പ്രശ്നങ്ങളെ തൻ്റെ പ്രസിദ്ധമായ പരിഹാസ രൂപങ്ങൾ കൊണ്ട് തുറന്നു കാട്ടിയ വ്യക്തിയാണ്. 1989 മുതൽ സിനിക്കൽ റിയലിസ്റ്റ് എന്ന മൂവ്മെന്റിലൂടെ തുടക്കക്കാരൻ ഒരാളാണ്. എക്സിക്യൂഷൻ, ബാക്ക്യാർഡ് ഗാർഡൻ, ഹാറ്റ്സ് എന്നിവ പ്രധാന സൃഷ്ടികളാണ്. ഇനി അടുത്തത് പീറ്റർ ബ്രൂഗൽ. പ്രശസ്തനായ ഡച്ച് ചിത്രകാരനാണ്. നെതർലാൻഡിലെ ഹാബസ്ബർഗ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. ലാൻഡ്സ്കേപ്പ് വിത്ത് ദ ഫാഗസ് ഓഫ് ഐക്കറസ്, ദ ഹണ്ടേഴ്സ് ഇൻ ദ സിനോ, ദ ഫിസറ്റ് വെഡിങ് തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ പ്രശസ്ത പെയിന്റുകളാണ്. പിൽക്കാലത്ത് അദ്ദേഹം ഇറ്റലിയിലേക്ക് യാത്ര ചെയ്യുകയും 55 തിരിച്ചെത്തി ഡിസൈനിങ്ങിലും പ്രിന്റ് മേക്കറിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യക്തിയാണ്. ഇനി അടുത്തത് ജോർജ് സൂറ. പാരീസിലെ വ്യക്തിയാണ്. ധാരാളമായിട്ടുള്ള വർണ്ണങ്ങൾ ബിന്ദുക്കളാക്കി ചിത്രത്തിൽ വിന്യസിക്കുന്ന പോയിന്റിലിസം എന്ന സവിശേഷ രചനാശൈലിയാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. വ്യത്യസ്തമായ ഒരു ദൃശ്യാനുഭവമാണ് സൂറയുടെ ചിത്രങ്ങൾ. സൺഡേ ആഫ്റ്റർനൂൺ, ദ ഐലൻഡ് ഓഫ് ലാ ഗ്രാൻഡ് ജട്ടി ഇദ്ദേഹത്തിന്റെ വിഖ്യാത രചനയാണ്. 31-ാം വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അടുത്തത് ഗുസ്താവ് ക്ലീൻ. ആസ്ട്രിയൻ സിംബോളിസ്റ്റ് ചിത്രകാരനായിരുന്നു ഇദ്ദേഹം. വിയന്നയ്ക്ക് അടുത്തുള്ള ബംഗാർഡിലാണ് ഇദ്ദേഹം ജനിച്ചത്. ജാപ്പനീസ് ചിത്രകാരന്മാരുടെ രചനാരീതിയും ശൈലിയും ക്ലിന്റിനെ ധാരാളം സ്വാധീനിച്ചിരുന്നു. നിരവധി സ്കെച്ചുകളും മ്യൂറലുകളും ഭൂഭാഗ ചിത്രങ്ങളും ക്ലിന്റ് വരച്ചിട്ടുണ്ട്. ഗോൾഡ് ലീഫ്, സ്വർണവർണ്ണം ചിത്രത്തിൽ ഉപയോഗിക്കുന്ന രീതി ക്ലിന്റ് പരീക്ഷിച്ചിരുന്നു. പോർട്രേറ്റ് ഓഫ് ഇഗ്വാനിയ, ജൂഡിത്ത് ആൻഡ് ദ ഹെഡ് ഓഫ് ഹോളോഫെർണസ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രശസ്ത രചനകളാണ്. അപ്പോൾ ഗുസാറ്റ് ക്ലിന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി മാർക്ക് ഷഗാൾ. സ്വപ്നാത്മക രചനകളുടെ സൃഷ്ടാവായ മാർക്ക് ഷഗാൾ റഷ്യക്കാരനാണ്. ജൂത കുടുംബത്തിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന് ജൂത കുട്ടികൾ അന്ന് കാലത്ത് മറ്റ് കുട്ടികളോടൊപ്പം ചെലവഴിക്കാനും അതുപോലെ തന്നെ സ്കൂളിലൊന്നും പഠിക്കാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്ത്. ഒപ്പം തന്നെ ഇവർക്ക് യാത്ര ചെയ്യുന്നതിന് പോലും വളരെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നൊരു സമയമാണ്. ആ സമയത്ത് പോലും ഷഗാലിൻ്റെ കലാപഠനത്തിലേക്ക് കടക്കുന്നതിനുള്ള ഉപായം പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്താണ്. പിന്നീട് ഡ്രോയിങ് സ്കൂളിൽ ചേർന്നെങ്കിലും അവിടുത്തെ പഠന രീതി അദ്ദേഹത്തിന് യോജിച്ചതായിരുന്നില്ല. ഇദ്ദേഹം 1910 പാരീസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രചനാരീതികൾ പരിചയപ്പെടുകയും തൻ്റെ രചനാരീതി മെച്ചപ്പെടുത്തുകയും ചെയ്തു. ക്യൂബിസം, ഫോബിസം, സിംബോളിസം എന്നീ വിഖ്യാത ശൈലികൾ അടുത്ത് പരിചയപ്പെട്ട ഇദ്ദേഹം തൻ്റെ തനതായ രചനാശൈലി രൂപപ്പെടുത്തി. പെയിന്റിംഗ് ബുക്ക് ഇല്ലസ്ട്രേഷൻ, സ്റ്റെയിൻ ഗ്ലാസ് പെയിന്റിംഗ്, സ്റ്റേജ് സെറ്റ്, പശ്ചാത്തല ചിത്രം, സെറാമിക് തുടങ്ങിയ വിവിധ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ രചന നടത്തി. ഒപ്പം തൻ്റെ ഗ്രാമത്തിൽ വിശുദ്ധയായ ഷഗാളിൻ്റെ ചിത്രങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. തൻ്റെ ചിത്രങ്ങളുടെ സ്വപ്നാത്മക ഒരു വ്യക്തിയുടേതല്ല, മുഴുവൻ മാനവരാശിയുടേതാണെന്ന് പ്രഖ്യാപിച്ച പ്രതിഭ മാർച്ച് 1985 അന്തരിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങൾ ഐ ആൻഡ് ദി വില്ലേജ്, ദ വെഡിങ്, യങ് വുമൺ ഓൺ എ സോഫ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങൾ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രാൻസിസ്കോ യോഗയെക്കുറിച്ചിട്ടാണ്. 1746 ഉത്തര സ്പെയിനിലെ കൊച്ചു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സ്പെയിൻ ജനതയുടെ ജീവിത പീഡനങ്ങൾ തൻ്റെ രചനയിൽ ശക്തമായി പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിരപരാധികളായ സ്പെയിൻകാരെ കൂട്ടക്കുരുതി ചെയ്ത രംഗ വികാരനിർഭരമായി ചിത്രീകരിച്ച ദ 3rd of May ഇൻ മാഡ്രിഡ് ഗോയയുടെ മാസ്റ്റർ പീസാണ്. ഫ്രാൻസിസ്കോ ഗോയയുടേതാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം 1828 അന്തരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദ 3rd of May, സാറ്റൻ ഡിവോറിങ്, ഹിസ് സൺ
the disasters of war എന്നിവ പ്രധാന ചിത്രങ്ങളാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ബാങ്ക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇത് ലെങ്തി വീഡിയോ ആയിട്ട് പോവാണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്